നമുക്ക് ചുറ്റും രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ വായിച്ചും മനസ്സിലാക്കിയും ഉള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ലാർജ് ക്യാപ്പ് സെഗ്മെന്റ്, അതായത് നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50യും സേഫ് ആണ്, സേഫ് ഹെവൻ ആണെന്ന് മനസ്സിലാക്കി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ ചെയ്യും. അതായത് 30,000 മന്ത്ലി SIP ചെയ്യുന്ന ഒരാൾ 15,000 അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി വരുന്ന 15,000-നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇനി വേറൊരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കർ ആപ്ലിക്കേഷൻസിൽ ടോപ്പ് മ്യൂച്വൽ ഫണ്ട്, ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. 1 ഇയർ, 3 ഇയർ, 5 ഇയേഴ്സിലെല്ലാം റിട്ടേൺ നോക്കുമ്പോൾ 60%, 50% എല്ലാം കാണും. നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ 6, 7, 8 മാസങ്ങളിൽ നല്ല റിട്ടേൺ കാണിക്കുകയും എന്നാൽ അടുത്ത വർഷങ്ങളിലോട്ട് പോകുന്ന സമയത്ത് ആ റിട്ടേൺ ട്രമൻഡസ് ആയി കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളതിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റീസെന്റ് നടന്നിട്ടുള്ള കോണ്ട് സ്മാൾ ക്യാപ്പ് ഫണ്ടുകളിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ കഴിഞ്ഞ 2024 സെപ്റ്റംബറിന് ശേഷം ആ ഫണ്ടിൽ വന്നിട്ടുള്ള വൻ തകർച്ച എന്ന് പറയുന്നത്. അപ്പം മിക്ക അപ്ലിക്കേഷൻസ് എടുത്തു നോക്കിയാലും ആ സമയത്ത് ഒരു ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ AUM വളരെ ഫാസ്റ്റായിട്ട് എവറി മന്തിൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെ കണ്ടത്. ഈ രണ്ട് ടൈപ്പിലുള്ള അപ്രോച്ചുകളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കറക്റ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു സ്ട്രാറ്റജി വേണം നമ്മൾ SIP ചെയ്യുന്ന മെത്തേഡിൽ. അതിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് SIPയെ കുറിച്ചിട്ടാണ്. എന്താണ് നമുക്ക് സ്മാർട്ട് SIP? നമ്മളെല്ലാവരും SIP ചെയ്യുന്നുണ്ടെങ്കിലും ആ SIP എമൗണ്ടിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ചുരുക്കം. അതായത് നമ്മൾ SIP ചെയ്യുന്നത് ചില പോക്കറ്റ്സിൽ SIP കൂട്ടിക്കൊടുക്കാനും എന്നാൽ ചില സമയങ്ങളിൽ SIP കുറച്ചു കൊടുക്കാനും നമുക്ക് അറിയണം എന്ന് ചുരുക്കം. ഞാൻ ഇത് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ SIPയിൽ മാറ്റം വരുത്തണമെന്നോ എല്ലാ മാസവും SIPയിൽ മാറ്റം വരുത്തണോ എന്നല്ല. എവറി 6 months അല്ലെങ്കിൽ എവറി 3 months, എവറി 1 year ഡിപ്പെൻസ് അപ്പോൺ ദി മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ SIPസിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇത് ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫീസിബിൾ ആണ്, ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ SIP എവിടെ കൂട്ടണം എവിടെ കുറക്കണം എന്ന് അറിയുന്നത് ഓരോ ഇൻഡെക്സിന്റെയും വാല്യുവേഷൻ അനാലിസിസ് നടത്തിയിട്ടാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ വില കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെയാണ്. അതിന് നെറ്റ് അസറ്റ് വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ്. അത് കുറയുക എന്ന് പറയുമ്പോൾ അത് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫെയർലി വാല്യൂഡോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിലോ ആയിരിക്കണം. ഡിസ്കൗണ്ട് പ്രൈസിലാണ് അതുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആണ് എന്ന് ചുരുക്കം. എന്നാൽ പ്രീമിയം വാല്യുവേഷനിലാണ് അല്ലെങ്കിൽ ഫെയർ വാല്യുവേഷൻ എബോവ് ആണ് ഒരു ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ആ പ്രസന്റ് മാർക്കറ്റിലുള്ളതെന്ന് അർത്ഥം. അതായത് അതിൽ തീരെ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷെ ഡിസ്കൗണ്ട് പ്രൈസിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും അതായത് SIP കൂട്ടി ചെയ്യാനും മറ്റ് സ്ഥലങ്ങളിൽ SIP കുറച്ച് ചെയ്യാനും പറ്റണമെന്നർത്ഥം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ 10,000 SIP ചെയ്യുന്നു, 2 ഫണ്ടിൽ നിങ്ങൾ ചെയ്യുന്നു എന്ന് ആലോചിക്കാം. ഈ 2 ഫണ്ടിൽ ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോയുടെ എക്സാമ്പിൾസിന് വേണ്ടിയിട്ട് 2 ഇൻഡെക്സുകൾ എടുക്കുന്നു. നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് 2 ഇൻഡെക്സ്. ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. സോ നിഫ്റ്റി 50യിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു 5000, നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൽ നിങ്ങൾ 5000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. വാല്യുവേഷൻ അറിയാതെ ഈ 5,000 വെച്ച് നമ്മൾ ഒരുപക്ഷെ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യും. അതല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ്. എവിടെയാണോ വാല്യുവേഷൻ കംഫർട്ടബിൾ ആയി നിൽക്കുന്നത് ആ കംഫർട്ടബിൾ സോണിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വാല്യുവേഷൻസ് കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് ഒരുപക്ഷെ നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ വാല്യുവേഷൻ കംഫർട്ടബിൾ ആണെങ്കിൽ 7,000 SIP ചെയ്യാം. നിഫ്റ്റി 50യിൽ 3,000, കാരണം നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ 7,000 നെക്സ്റ്റ് 50യിൽ ചെയ്യുക, വാല്യുവേഷൻ കുറഞ്ഞതുകൊണ്ട്. അതേപോലെ തന്നെ 3,000 നിഫ്റ്റി 50യിലും ചെയ്യാം. ഒരുപക്ഷെ 6 മാസത്തിന് ശേഷം ഈ സിറ്റുവേഷൻ മാറിയേക്കാം. നിഫ്റ്റി നെക്സ്റ്റ് 50 വാല്യുവേഷൻ കൂടി പോകും, നിഫ്റ്റി
50 വാല്യുവേഷൻ കുറഞ്ഞു വരും. അപ്പൊ വാല്യുവേഷൻ എവിടെയാണോ കുറവ് അവിടെ 7000ഉം, വാല്യുവേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ 3000ഉം ചെയ്യാം. ഇത് പക്ഷേ ഒരുപക്ഷെ 8000, 2000 എന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ 1000, 9000 എന്ന രീതിയിൽ ചെയ്യാം. ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് വാല്യുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ വാല്യുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് റൈറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് SIPs റിട്ടേൺസ് വളരെ ട്രമൻഡസ് ആയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളത്. നമുക്ക് 2 ഇൻഡെക്സുകൾ എങ്ങനെയാണ് വാല്യുവേഷൻ മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50 ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് പ്രൈസിലാണോ അതോ പ്രീമിയം പ്രൈസിലാണോ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 5 ഇയേഴ്സിലെ നിഫ്റ്റിയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ ചാർട്ടാണ്. ഈ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ വേരിയേഷൻസ് ആണ് ഈ ഗ്രാഫിൽ കാണുന്നത്. ഓഗസ്റ്റ് 2020 തൊട്ട് ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ജൂലൈ 25 വരെയുള്ള ഗ്രാഫുകൾ നമ്മുടെ ഈ റെക്കോർഡിലുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതിൽ ഈ സെന്ററിൽ കാണിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻ, ഇതിലൂടെ പോകുന്ന ഈ ഡോട്ടഡ് ലൈനിന് കറക്റ്റ് ആയിട്ട് ഒരു റെഡ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മീഡിയം പ്രൈസ് ടു ഏർണിംഗ് എന്ന് പറയും. അതായത് സിമ്പിൾ ആക്കി നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. മീഡിയം ഇൻഡെക്സ് PE റേഷ്യോനേക്കാളും കൂടുതൽ ഇപ്പൊ നിഫ്റ്റി 50 അധികം വാല്യൂലാണ് PE ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ് എന്നർത്ഥം. ഈ ലൈനിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിലാണ് എന്നർത്ഥം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇപ്പൊ ജൂലൈ 24 ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 22.2 ആണ്. എന്നാൽ അതിന്റെ മീഡിയം ഇൻഡെക്സ് എന്ന് പറയുന്നത് 22.6 ആണ്. അപ്പൊ മീഡിയം ഇൻഡെക്സും ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് എന്നർത്ഥം. അതായത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ട്രാക്ക് ചെയ്യുന്ന മറ്റു മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ NAV വാല്യൂ എന്ന് പറയുന്നത് ഫെയർലി വാല്യൂഡ് ആണ് എന്നർത്ഥം. അതായത് അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ അല്ലെങ്കിൽ അത് അർഹിക്കുന്ന വാല്യൂലാണ് എന്നർത്ഥം. ഡിസ്കൗണ്ട് പ്രൈസിലും അല്ല, ഓവർ പ്രൈസ്ഡും അല്ല. പക്ഷേ നമുക്ക് ഫെയർലി വാല്യൂഡിലോ ഓവർ വാല്യൂഡിലോ ആണ് നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ കിട്ടും. പക്ഷെ റിട്ടേൺ കിട്ടുന്ന പെർസെൻറ്റേജ് കുറയും. പക്ഷെ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് പ്രൈസിലുള്ള അസറ്റുകൾ നമ്മൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് ആ ഇൻഡെക്സുമായി ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കണം. ഇപ്പൊ നിഫ്റ്റി 50 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആണ്, ഇറ്റ് ഈസ് ഇൻ ഫെയർലി വാല്യൂഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നർത്ഥം. ഇനി ഇതേ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് 50 ആണ്. നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ 1 തൊട്ട് 100 വരെയുള്ള വലിയ കമ്പനികളുണ്ട്. അതിൽ 1 തൊട്ട് 50 വരെയുള്ള കമ്പനികളെ നിഫ്റ്റി 50 എന്ന് പറയുന്നു. 51 തൊട്ട് 100 വരെയുള്ള കമ്പനികളെ നെക്സ്റ്റ് 50 എന്ന് പറയുന്നു. അതായത് അടുത്ത 50 എന്നർത്ഥം. അതിന്റെ 5 വർഷത്തെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ ഗ്രാഫാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെഡ് കളർ ആരോ മാർക്ക് കാണിക്കുന്നത് ഇതിന്റെ ഇൻഡെക്സ്, അതായത് ഇതിന്റെ മീഡിയം PE ആണ്, മീഡിയം ഇൻഡെക്സ് PE ആണ് കാണിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 25.3 ആണ്. പക്ഷേ ഇപ്പോൾ നെക്സ്റ്റ് 50 ട്രേഡ് ചെയ്യുന്നത് എത്ര വാല്യൂലാണ്? 21.8 ആണ്. അതായത് നേരത്തെ പറഞ്ഞ നിഫ്റ്റി 50 പോലെ ഇത് ഫെയർലി വാല്യൂഡ് അല്ല. കാരണം എന്താണ്? ഇവിടെ നിൽക്കുന്ന ഇൻഡെക്സ് PE എന്ന് പറയുന്നത് മീഡിയം PE-നേക്കാളും ഏകദേശം ഒരു 4 പോയിന്റോളം കുറവാണ് എന്നർത്ഥം. അതായത് നെക്സ്റ്റ് 50 ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ട് പ്രൈസിലാണ്. നെക്സ്റ്റ് 50യെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും അതിന്റെ NAV ഇപ്പൊ നമുക്ക് കിടക്കുന്നത് ഡിസ്കൗണ്ട് പ്രൈസിലാണ്. ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്? നിഫ്റ്റി 50നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നെക്സ്റ്റ് 50യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഈ സമയത്ത് ഇപ്പോ ഈ ജൂലൈ 24 ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും നെക്സ്റ്റ് 50 ആണെന്നുള്ള കാര്യം ഷുവർ ആണ്. ബിക്കോസ് എന്താണ് റീസൺ? അതിന്റെ ഇൻഡെക്സിന്റെ വാല്യൂ, അതിന്റെ PE എന്ന് പറയുന്നത് 5 വർഷത്തെ വാല്യൂവിനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ റിട്ടേൺ തരാനുള്ള ചാൻസസും അധികമാണ്. കാരണം നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാമെന്നുള്ളതാണ്.
നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ രണ്ട് ഇൻഡെക്സിന്റെ കമ്പാരിസൺ ആണ് നടത്തിയത്. ഇതുപോലെ രണ്ട് ഇൻഡെക്സ് മാത്രമല്ല, നമുക്ക് മിഡ് ക്യാപ്പിലുണ്ട്, സ്മാൾ ക്യാപ്പിലുണ്ട്, സെക്ടോറുകൾ വരുന്ന ഇൻഡെക്സുകളുണ്ട്, തിമാറ്റിക് ഇൻഡെക്സുകളുണ്ട്, ഇതുപോലെയുള്ള ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ഈ ഇൻഡെക്സുകളെ കുറിച്ച് നമ്മൾ അവയർനെസ് ഉണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടെയാണ് വാല്യുവേഷൻ കുറവ് എന്നുള്ളതിന്റെ ഒരു അറിവ് നമ്മൾ നേടിയെടുത്ത് ആ പോക്കറ്റ്സിലോട്ട് നമ്മൾ സ്മാർട്ട് SIPs കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി നിഫ്റ്റി നെക്സ്റ്റ് 50 വാല്യുവേഷൻ വളരെ കംഫർട്ടബിൾ ആണ്. എന്നാൽ നിഫ്റ്റി 50 വാല്യുവേഷൻ കംഫർട്ടബിൾ അല്ല. എനിക്ക് രണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. HDFC നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടും അതേപോലെ തന്നെ HDFC നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടും ഉണ്ടെങ്കിൽ HDFC നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത്, കമ്പയറബിൾ ടു HDFC നിഫ്റ്റി 50 ഇൻഡെക്സിനെ പറയുന്നത്. ഇതിനകത്ത് പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ പോയി വാങ്ങിക്കണം എന്നുള്ളതല്ല, ഇത് ഒരു എക്സാമ്പിൾസിന് വേണ്ടി ഞാൻ ഇത് രണ്ടും എടുത്തു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലായി. ഓക്കെ, വാല്യുവേഷൻ കംഫർട്ട് ഏറ്റവും കൂടുതലുള്ളത് നിഫ്റ്റി നെക്സ്റ്റ് 50 ആണ് ഡിസ്കൗണ്ട് പ്രൈസിൽ നിൽക്കുന്നത്. സോ ഞാൻ ഇതേ അവസ്ഥയിൽ ഞാൻ നിഫ്റ്റി 50യിലും നിഫ്റ്റി നെക്സ്റ്റ് 50യിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ റിട്ടേണിൽ എന്ത് വ്യത്യാസങ്ങളാണ് ഈ PE റേഷ്യോക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. സോ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോന്റെ ചേഞ്ച് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് എങ്ങനെയാണ് റിട്ടേൺ തരുന്നത്? ഡെഫിനറ്റ് ആയിട്ടും റിട്ടേണിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 + EPS ഏർണിംഗ്സ് പെർ ഷെയർ 1 × 1 + PE ഗ്രോത്ത് -1 × ഡിവിഡൻഡ് yield. ഇതാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. ഞാൻ ഫോർമുലയിലോട്ട് കടക്കുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. നിഫ്റ്റി 50 ഇൻഡെക്സും നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സും നമ്മൾ കണ്ടു. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്, നമുക്ക് പറയാം അതിനെക്കുറിച്ച്. സോ ഇതിൽ PEയിൽ വന്ന ചേഞ്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 22.2 എന്ന് പറയുന്ന വാല്യൂലാണ്. എന്നാൽ ഈ നിഫ്റ്റി 50ക്ക് ഏതുവരെ പോകാൻ പറ്റും? 42 എന്ന് പറയുന്ന ഹൈ വാല്യൂ അത് മുന്നേ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്രാഫിലോട്ട് ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം 40, ഇതാണ് 40 എന്ന് പറയുന്ന വാല്യൂ. ഇത് ഓൾമോസ്റ്റ് ഇവിടെ 42 വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്ന വാല്യൂ 22.2 ആണ്. അതായത് നിഫ്റ്റി 50യിൽ വന്ന PEയിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 22.2 to 42 ആണ്. അതായത് 89.20% ചേഞ്ച് ആണ് അതിൽ PEയിൽ വരുന്നത്. അപ്പൊ PE റേഷ്യോ ആണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ വാല്യുവേഷൻ മനസ്സിലാക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ EPSൽ വരുന്ന ഇൻക്രീസും ഡിവിഡൻഡ് ഈൽഡിൽ വരുന്ന ഇൻക്രീസും ഞാൻ തൽക്കാലം ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിട്ട് നിലനിർത്തുന്നു എന്നർത്ഥം. അതായത് 1%. ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റിട്ടേൺ, നമുക്ക് ആ ഇൻഡെക്സ് തരുന്ന റിട്ടേൺ 5 വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 92% ആണ്. ഞാൻ മറ്റ് രണ്ട് പാരാമീറ്റേഴ്സ് നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് EPSും ഡിവിഡൻഡ് ഈൽഡും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി. EPS തറ ഏർണിംഗ്സ് പെർ ഷെയർ. ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. സോ നമ്മൾ വാല്യുവേഷൻ ആണ്, ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ ഈ 22 to 42 ആവുന്ന സമയത്ത് നമുക്ക് 92% റിട്ടേൺ ആണ് ഇതുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് 50യിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെക്സ്റ്റ് 50 ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 21.8 ആണ്. പക്ഷെ നെക്സ്റ്റ് 50യുടെ ഹയസ്റ്റ് വാല്യൂ എത്ര മുന്നേ വന്നത്? 44. നമുക്ക് അത് നോക്കാം. ഇവിടെ നമ്മൾ കണ്ടു ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 21.8 ആണ്. ഹയസ്റ്റ് വാല്യൂ 45 ഇല്ല, 45ന് ഒരു പോയിന്റ് താഴെ, അതായത് 44 ആണ് ഹയസ്റ്റ് വാല്യൂ. സോ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നു, 44ലോട്ട് എത്തുന്നു. PEയിൽ വരുന്ന പെർസെന്റേജ് എന്ന് പറയുന്നത് 101.8% ആണ്. രണ്ട് സ്ഥലത്തും EPSും ഡിവിഡൻഡും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 105% ആണ്. അതായത് ഡിസ്കൗണ്ട് പ്രൈസിലാണ് നിങ്ങൾ ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതെങ്കിൽ ഈ രണ്ട് കേസിന്റെ കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ 92% റിട്ടേൺ കിട്ടിയ ഒരു സ്ഥലത്ത് ഇപ്പൊ കിട്ടുന്നത് 105% ആണ്. അതായത് എത്ര ശതമാനം അധികമുണ്ട്? ഏകദേശം 13% നമുക്ക് അധിക റിട്ടേൺ കിട്ടുന്നു. ഇതാണ് വാല്യുവേഷൻ മനസ്സിലാക്കി റൈറ്റ് പോക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഡിവിഡൻഡ് ഈൽഡും EPSും കോൺസ്റ്റന്റ് ആയി നിലനിർത്തി PE റേഷ്യോയിൽ വരുന്ന വാല്യുവേഷൻ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നിഫ്റ്റി 50 92% റിട്ടേൺ കൊടുത്ത സമയത്ത് നെക്സ്റ്റ് 50 105% റിട്ടേൺ കൊടുത്തു. ഏകദേശം 13% വ്യത്യാസം.
13% വ്യത്യാസം വാല്യുവേഷൻ കുറഞ്ഞ പോക്കറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അധിക റിട്ടേൺ നേടിയെടുക്കുന്നു. ഇതാണ് സ്മാർട്ട് SIPയുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള SIP ചെയ്തു കൊണ്ടുപോകുന്നതിനേക്കാളും ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്മാർട്ട് SIPയിലൂടെ അധിക റിട്ടേൺസ് നേടിയെടുക്കാൻ പറ്റും. ഇത് വെറും 2 ഇൻഡെക്സിന്റെ കാര്യം മാത്രം. ഇതുപോലെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. ഇൻഡെക്സുകളെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നല്ല വാല്യുവേഷൻ ഉള്ള നല്ല പോക്കറ്റ്സ് മനസ്സിലാക്കി അവിടെ SIP കൂട്ടി കൊടുക്കുകയും മറ്റു സ്ഥലത്ത് SIP കുറച്ച് കൊടുക്കുകയും വേണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓവറോൾ SIP നിങ്ങൾ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ള എമൗണ്ടിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ 10,000 വെച്ച് നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 10,000 വെച്ച് 5,000 SIP ചെയ്യുന്നതിന് പകരം 10,000 വെച്ച് നിങ്ങൾ 7,000 3,000 SIP ചെയ്യും. നിങ്ങൾക്ക് ഇതേ 10,000 5,000 വെച്ച് ചെയ്യുന്നതിനേക്കാൾ റിട്ടേൺ 7,000 3,000 വെച്ച് ചെയ്താൽ കിട്ടും. അതായത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ വ്യത്യാസമാണ്. ഇതാണ് സ്മാർട്ട് SIPയുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതുപോലുള്ള റൈറ്റ്സ് പോക്കറ്റ്സ് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ റിട്ടേൺസ് നേടിയെടുക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് പറ്റുന്നത് എന്ന് ചുരുക്കം. ഓക്കെ, സോ ഈ വീഡിയോ ഒന്ന് എന്താണ് വാല്യുവേഷൻ കംഫർട്ട്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് സ്മാർട്ട് SIP ക്രമീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. പലരും പല വീഡിയോക്ക് താഴെ ചോദിച്ചിരുന്നു സ്മാർട്ട് SIP ചെയ്യാൻ പറ്റും, സ്മാർട്ട് SIP ചെയ്യാൻ പറ്റും, നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇന്നുള്ള എല്ലാ മിക്ക ആപ്ലിക്കേഷൻസിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അത് മാറ്റി കൊടുക്കാം. കാരണം ഞാൻ പറയുന്നത് എല്ലാ ദിവസവും മാറ്റണം എന്നുള്ളതല്ല, നമ്മൾ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ മാറുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസുകൾ വരുത്തണം. മേ ബി എവരി 6 months, മേ ബി എവരി 1 year. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ തന്നെ നമുക്ക് വളരെ അധികം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ വിധത്തിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടിന് ആവശ്യമായ വാട്സപ്പ് സപ്പോർട്ട് ലിങ്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തും കണക്ട് ചെയ്തും അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഒരു ടെലഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള ഡെയിലി ഓൾമോസ്റ്റ് ഡെയിലി അതിലുള്ള മാർക്കറ്റ്സ് അപ്ഡേറ്റും മാർക്കറ്റ്സിൽ വരുന്ന ന്യൂസുകളും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കാം. ഞാൻ വീഡിയോയിൽ മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന ഗ്രാഫുകളും മറ്റ് ഡീറ്റെയിൽസുകളും എല്ലാം ഞാൻ അതിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചയിൽ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.